വിജയകുമാർ ചോദിക്കുകയാണ്. ആവശ്യത്തിന് ചീത്തപ്പേരുണ്ടല്ലോടി നിനക്ക്, ജോലി പോയ വില്ലേജ് ഓഫീസറെ. അതിന്റെ കൂട്ടത്തിൽ ഇനി ഇളയ മോൾ ഗുണ്ടയെ സ്നേഹിക്കുന്ന പേരുദോഷം കൂടി വേണമോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്. എന്റെ മോൾ അങ്ങനെ വഴിതെറ്റി പോകില്ല. എന്നിട്ടാണോ ഇവൾ സമ്മതിച്ചത് അവനുമായി ഇവൾക്ക് അടുപ്പമുണ്ടെന്ന്? ആ അടുപ്പം വന്ന വഴിയൊക്കെ എനിക്കറിയാം. ചില ക്രിമിനൽസ് നിങ്ങളെക്കാളും നല്ല മനസ്സുള്ളവരാണ്. ആഹാ, അപ്പൊ അതുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചോ? മോള് അവന്റെ പിന്നാലെ തന്നെ നടക്കട്ടെ. ദിയ ചോദിക്കുകയാണ്. അച്ഛന് സദാനന്ദന്റെയും മകന്റെയും പിന്നാലെ പോകാമോ? അവർക്ക് വേണ്ടി നിരപരാധികളെ ജയിലിലാക്കിയിട്ട് അവരെ സംരക്ഷിക്കാമോ? ഏതായാലും സദാനന്ദനെയും മകനേക്കാളും നല്ലവനാണ് ഈ പറഞ്ഞ ബുള്ളറ്റ് ജഗൻ. എന്നാൽ അവന്റെ ബുള്ളറ്റിന്റെ പുറകെ കയറിയിരുന്ന പോടി, പറന്നു നടക്ക് എന്ന് പറഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്. ദേ, കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇനി ഇത് നീ വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അഴിച്ചുവിട്ടോ. കാറ്റ് പിടിച്ച പട്ടൻ പോലെ അതിങ്ങനെ തോന്നിയ പോലെ നടക്കട്ടെ. ഇനിയിപ്പോൾ ഈ കുടുംബത്ത് ബോംബും വടിവാളും ഒക്കെ കാല് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഒരമ്മയും മോളും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് വിജയകുമാർ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്. നിന്റെ അച്ഛന്റെ മുൻപിൽ വെച്ച് ഞാൻ നിന്നെ താഴ്ത്തിക്കിട്ടാതിരുന്നതാണ്, അയാൾക്കൊപ്പം നിൽക്കാതിരുന്നതാണ്. എങ്കിലും നിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല മോളെ. സാഹചര്യം കൊണ്ട് ഗുണ്ടയായി പോയതല്ലാതെ അയാളൊരു കുഴപ്പക്കാരനൊന്നും അല്ലമ്മേ. അല്ലെങ്കിലും ആണെങ്കിലും ശരി, ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. മോളി പറഞ്ഞ ബുള്ളറ്റ് ജഗനുമായി സംസാരിച്ചു നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അത് മതി ദീപയ്ക്കിപ്പോൾ വന്ന ആലോചന പോലും തകരാൻ. ജയിലിൽ കിടന്ന കാർത്തിയെ ബുള്ളറ്റ് ജഗൻ തല്ലിച്ചതച്ചു. അവസാനം അവനെ തല്ലിക്കൊല്ലുമെന്ന് കരുതിയിട്ടാണ് സദാനന്ദൻ ബുള്ളറ്റ് ജഗനെ പുറത്തിറക്കിയത്. കാർത്തിയെ അങ്ങനെ ജഗൻ തല്ലാനുള്ള കാരണം നമ്മളോട് കാർത്തിയും അവന്റെ അച്ഛനും ചെയ്ത ചതിയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്. ഇതൊക്കെ അവനോട് ആരാണ് പറഞ്ഞത്? അന്നേരം തലകുനിച്ചു നിൽക്കുകയാണ് ദിയ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്. മോളെ, നമുക്ക് പറ്റാത്ത ബന്ധങ്ങൾ ആദ്യമേ വേണ്ടാന്ന് വെക്കണം. അതുമായി മുന്നോട്ട് പോയാൽ പിന്നീട് ഒരുപാട് കരയേണ്ടി വരും. ഇപ്പൊ തന്നെ മോൾക്കറിയാമല്ലോ എങ്ങനെ ദീപമോളുടെ കല്യാണം നടത്തുമെന്ന് പോലും എനിക്കൊരു നിശ്ചയവും ഇല്ല. പിന്നെ സ്ത്രീധനമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അത് മാത്രമാണ് ആകെയുള്ളൊരു സമാധാനം. എങ്കിലും അങ്ങനെ ഒരു പയ്യൻ വരുമ്പോൾ മാന്യമായിട്ട് വേണ്ടേ മോളെ അയാൾക്കൊപ്പം പറഞ്ഞു വിടാൻ? എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണ്ടേ? അതിനുള്ള പണം എവിടെ നിന്നും കണ്ടെത്തുമെന്ന് അറിയില്ല. പിന്നെ ദിലീപിന്റെ പഠിപ്പിനും വേണം നല്ലൊരു തുക. അതിനിടയിൽ നീ കൂടെ അമ്മയെ കൊല്ലല്ലേ മോളെ. പിന്നീട് ജയലാലിനെ ഫോൺ ചെയ്യുകയാണ് ദീപ ചോദിക്കുകയാണ്. ലാലേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? എന്ത് പറ്റി ദീപേ? നടന്നതൊക്കെ ഡോക്ടർ ഇക്ബാലിനോട് പറഞ്ഞു അല്ലേ? ആ കാർത്തികേയൻ നമ്മളെ വഴിയിൽ തടഞ്ഞു നിർത്തിയതും അനാവശ്യം പറഞ്ഞതുമൊക്കെ ഉടനെ ഡോക്ടറുടെ കാതിലെത്തിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നോ? ഞാൻ ഡോക്ടറിൽ നിന്നൊന്നും മറച്ചു പിടിക്കാറില്ല ദീപേ. അദ്ദേഹമാണ് ഈ വിവാഹത്തിന്റെ ഇടനിലക്കാരൻ. അതുകൊണ്ട് നമ്മൾ രണ്ടാളെയും ബാധിക്കുന്ന എന്ത് പ്രശ്നമുണ്ടായാലും അദ്ദേഹത്തെ അറിയിക്കുന്നതിൽ തെറ്റില്ല. അല്ല, ഇപ്പോൾ ഇതിന്റെ പേരിൽ വീട്ടിലെന്തെങ്കിലും സംസാരമുണ്ടായോ? അമ്മ വന്ന് അതേപ്പറ്റി എന്നോട് ചോദിച്ചു. അതിന്റെ പേരിൽ ഇനി ലാലേട്ടൻ പിണങ്ങിപ്പോകുമോന്നാണ് അമ്മയുടെ പേടി. അമ്മയോട് പറഞ്ഞേക്ക്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഓടിപ്പോകുന്ന ആളല്ല ഈ ഞാനെന്ന്. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും തന്നെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ വാശി പിടിച്ചാൽ മാത്രമേ ഈ വിവാഹം മുടങ്ങൂ. എന്റെ അമ്മ. പിന്നെ അമ്മ ഉടനെ പരോളിലിറങ്ങും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരും കേട്ടോ. ഞാൻ അറിഞ്ഞതൊക്കെ അമ്മ അറിയാതിരുന്നാൽ മതി. അറിയിക്കാൻ ഇതുപോലെ ഒരുപാട് പേരുണ്ടല്ലോ ലാലേട്ടാ. നമ്മുടെ വീടുകൾ തമ്മിൽ നല്ല ദൂരമുണ്ടത് കൊണ്ട് അമ്മ അങ്ങനെ ആരും പെട്ടെന്നറിഞ്ഞ കാര്യങ്ങൾ അറിയില്ല. പിന്നെ ദീപയ്ക്കുണ്ടായ അപകടം മൊബൈലിലൊക്കെ വന്നതാണ് ചെറിയൊരു വിഷയം. സാരമില്ല, അതാരും കാണില്ല എന്ന് കരുതാം. ഞാൻ ദീപയുടെ അമ്മയെ വിളിക്കണോ? വേണ്ട ലാലേട്ടാ. അമ്മ വന്ന് വിവരം തിരക്കിയപ്പോൾ ഞാൻ വിളിച്ചൂന്നേ ഉള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കടോ, നമ്മൾ ഉറപ്പായിട്ടും ഒന്നിക്കും. വയ്ക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രണ്ടുപേരും. പിന്നീട് ദീപയുടെ അടുത്തേക്ക് വരികയാണ് ദിയ. ആരാ വിളിച്ചത്? ലാലേട്ടനാണ്. രണ്ടാൾക്കും അങ്ങ് അസ്ഥിക്ക് പിടിച്ചു അല്ലേ? അത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ? ദിയ ചോദിക്കുകയാണ്. കാർത്തി വഴി തടഞ്ഞിട്ടും ആൾക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. പിന്നെ ലാലേട്ടന്റെ അമ്മ വരുന്നുണ്ട്, അതാണൊരു ടെൻഷൻ. അതിനെന്തിനാ ടെൻഷൻ? അമ്മമാര് വരുന്നത് നല്ല കാര്യമല്ലേ? അതല്ല, ലാലേട്ടന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എല്ലാവർക്കും അമ്മയെ പേടിയാണ്. ദിയ പറയുകയാണ്. അങ്ങനെയുള്ള അമ്മമാർ നല്ല അമ്മമാർ ആയിരിക്കും. മക്കളോട് അമിതമായ സ്നേഹമുള്ളത് കൊണ്ടല്ലേ കോയമ്പത്തൂർ പഠിക്കുന്ന ഇളയ മോൾക്ക് കൂട്ടിരിക്കാൻ ആ അമ്മ പോയത്. അത് ശരിയാന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ദീപ. ലാലേട്ടൻ അമ്മയെ കുറിച്ച് വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു കാണുമല്ലോ. അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ
സ്നേഹം കൊണ്ട് മെരുക്കിയെടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് ചേച്ചിക്ക്. ഞാനൊക്കെ ആണെങ്കിലാണ് ഉടക്കുണ്ടാക്കുന്നത്. ഈ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് പേടിയാണ് മോളെ. ഒരു പേടിയുടെയും ആവശ്യമില്ല, നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നിച്ചിരിക്കും. ഡോക്ടർ ഇക്ബാല് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടിട്ട് അമ്മ വലിയ സന്തോഷത്തിലാണ്. ചേച്ചിയുടെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതൊരാണുങ്ങളും മുഖത്തുനിച്ചു പോകുന്ന വലിയൊരു ദുരന്തമാണ് ചേച്ചിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതെല്ലാം മറന്ന് ചേച്ചി ഏറ്റെടുക്കാൻ തയ്യാറായ ആള് എന്നെന്നും ജീവിതത്തിൽ ഒരു കൂട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും വിളിക്കാം. അന്നേരം ചിരിച്ചുകൊണ്ട് ദീപ പറയുകയാണ്, ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്. ദിയ ചോദിക്കുകയാണ്, ആഹാ, ആള് പുരോഗമിച്ചല്ലോ, ഇനി ഈ വിളി തുടരണം. കല്യാണം കഴിയുന്നതിന് മുൻപ് തന്നെ പരസ്പരം പിരിയാൻ കഴിയാത്ത വിധം അടുക്കുന്നത് നല്ലതാണ്. പിന്നെ ലാലേട്ടന്റെ അമ്മയുടെ കാര്യം, അത് ചിലപ്പോൾ കുറച്ച് കർക്കശ സ്വഭാവക്കാരി ആയിരിക്കും, അല്ലാതെ ക്രിമിനലൊന്നും അല്ലല്ലോ. അത്രയും പറഞ്ഞ് ചിരിച്ചു പോവുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് ജീപ്പിന് പുറത്തിരിക്കുന്ന കാർത്തിയും കൂട്ടുകാരെയുമാണ്. കാർത്തി പറയുകയാണ്, ഞാൻ ജയിലിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് കാരണവർ ഒരു നല്ല കാര്യം ചെയ്തു. ആ വില്ലേജ് ഓഫീസറുടെ പണിയങ്ങ് കളഞ്ഞു. അതിനുശേഷം അവരെ ഒന്ന് കാണാൻ പറ്റിയില്ല. ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായിരുന്നെങ്കിൽ നമുക്കിതൊന്ന് ആഘോഷിക്കാമായിരുന്നു. ഏതായാലും ഒന്ന് വിളിച്ചു കളയാമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയെ കാർത്തികേയൻ. കാർത്തി ചോദിക്കുകയാണ്, ജോലിയൊക്കെ പോയിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ വില്ലേജ് ഓഫീസറെ, ആരിടാ നീ എന്ന് ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, അവൻ തന്നെ, ജയിലിൽ നിന്നും ഇറങ്ങിയവൻ, സദാനന്ദന്റെ മകൻ കാർത്തികേയൻ. നിനക്കെന്താ വേണ്ടത്? ജോലിയും കൂലിയൊന്നുമില്ലാതെ മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണോ? ആരോളാണിത്? ഇനിയുമുണ്ട് നിനക്ക് ജയിൽവാസം ഒരുപാട്. ഞാൻ അടുത്ത അപ്പീല് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജയിലിൽ നിന്നും ഇറങ്ങും. പിന്നെ ഞാൻ അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും നിങ്ങൾക്ക് പണിയാണ്, ഭാഗ്യമില്ലാത്ത ഭാഗ്യലക്ഷ്മി. എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവും ഇല്ല. ഞാൻ ജീവിതത്തിന്റെ മുക്കാലും ജീവിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചു മാത്രമേ ഉള്ളൂ ബാക്കി. നീയാണ് ജീവിതം തുടങ്ങുന്നത്, നല്ല പ്രായത്തിൽ നിൽക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടാ സദാനന്ദന്റെ മോനെ. ചിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, മോൾ ഒരുത്തനുമായിട്ട് ചുറ്റുന്നത് ഞാൻ കണ്ടായിരുന്നു. മക്കളെ ഇനി അങ്ങനെ അയച്ചുവിടണം, പ്രേമിപ്പിക്കണം, എങ്കിലേ ആരുടെയെങ്കിലും തലയിലിരിക്കൂ. അന്തസ്സായിട്ട് ഞാൻ അവളുടെ കല്യാണം നടത്തിവിടുമടാ. നിന്നെ ആ സമയത്ത് ഞാൻ വിളിക്കാം. ഭാഗ്യലക്ഷ്മി, ഇനി നിങ്ങൾ ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കില്ല. ഓടട ഓട്ടമായിരിക്കും. അതുപോലെ പെൺമക്കളുടെ കണ്ണീര് കണ്ട മുടിയും നിങ്ങളുടെ ജീവിതം. ഞാൻ മാത്രമല്ല അവരും നല്ല പ്രായത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഭാവി ഉണ്ടാകില്ല. ഒരുത്തനും അവരെ കെട്ടാൻ വരില്ല. പിന്നെ ഇളയ മകൾ ഒരുത്തനുമായിട്ട് കൂട്ടുണ്ടല്ലോ, ആ ബുള്ളറ്റ് ജഗൻ. അവനെ പോലുള്ള ഗുണ്ടകളെ കൊണ്ട് നിങ്ങൾക്ക് മക്കളെ കെട്ടിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ബുള്ളറ്റ് ജഗനൊക്കെ അന്തസ്സുള്ളവരാണ്. നിനക്ക് കിട്ടിയല്ലോ ആ പയ്യന്റെ കയ്യിൽ നിന്ന് ശരിക്കും. എന്താടാ നടു റോഡിൽ വെച്ച് പെണ്ണുങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന നീ അതുപോലെ ചങ്കുറപ്പുള്ള ആണുങ്ങളോട് പോയി മുട്ടാത്തത്? ഇരുട്ടത്തൊരു പയ്യനെ കൂട്ടം കൂടി വെട്ടുനുറുക്കി കൊന്നു. ആണുങ്ങൾ ആണുങ്ങളോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കും, പോരടിക്കും. ആ തന്റെ ഇടമില്ലാതെ കരുത്തുള്ള ആണിന്റെ തല്ലും കൊണ്ട് നടക്കുന്ന നീ ആയുസ് തീരുന്നതിന് മുമ്പ് തീരാതിരിക്കാൻ നോക്ക്. എന്റെയും മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും നിനക്ക് ജയിൽ പുള്ളി എന്നൊരു പേര് വീണല്ലോ. അങ്ങനെ ഒരു പേര് കിട്ടാൻ നിമിത്തമായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനി നിന്റെ അച്ഛനും അമ്മയും നിന്നെ അവിടെ വന്ന് കാണട്ടെ. വെച്ചിട്ട് പോടാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഭാഗ്യലക്ഷ്മി. ആകെ ദേഷ്യപ്പെട്ട് കലിതുള്ളി നിൽക്കുകയാണ് കാർത്തി. ഫോൺ വെച്ച് കാർത്തി പറയുകയാണ്, അവൾ അടങ്ങിയിട്ടില്ല. അന്നേരം കൂട്ടുകാർ ചോദിക്കുകയാണ്, രാത്രി വീട്ടിലേക്ക് പോയി ബിയർ കുപ്പി എറിഞ്ഞാലോ? വേണ്ട, ഇപ്പോ വലിയ അടുപ്പമില്ലെങ്കിലും നമ്മുടെ കുടുംബ സുഹൃത്താണ് അഡ്വക്കേറ്റ് വിജയകുമാർ. അയാൾ അകത്തുള്ളപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഭാഗ്യലക്ഷ്മിയും മക്കളും നേരെ ചൊവ്വേ ജീവിക്കത്തില്ല. ആ ബുള്ളറ്റ് ജഗനാണ് തലവേദന. കാർത്തി ഒന്ന് സംശയിക്കാണ്, ഇനിയിപ്പോ ഫോൺ വെച്ചിട്ട് അവനെങ്ങാനും അവൾ വിളിക്കുമോ എന്തോ. ഇടയ്ക്ക് അവന്റെ പേര് പറഞ്ഞ് എന്നെ ഒന്ന് കൊച്ചാക്കുകയും ചെയ്തു. നിന്നെയൊക്കെ എന്തിനാടാ ചെല്ലും ചെലവും തന്ന് കൂടെ നിർത്തിയിരിക്കുന്നത്? ഒരു പ്രയോജനവും ഇല്ലല്ലോ. എന്നെ തല്ലിയപ്പോൾ അവന്റെ തലമണ്ട തല്ലിപ്പൊളിക്കാൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞില്ലല്ലോ. അതല്ലണ്ണ, നമ്മളൊന്ന് കൈവെക്കുമ്പോഴേക്കും എന്റെ അമ്മോ ഏത് വഴി കൂടെയാണ് അടി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അവനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാണ് അച്ഛൻ പറയുന്നത്. ഒറ്റയാനമെടുക്കാം, പക്ഷെ അവനെ പറ്റില്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുമെണ്ണ. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരാരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നീട് കാണിക്കുന്നത് ബുള്ളറ്റ് ജഗനെ കാത്തു നിൽക്കുന്ന ജയലാലിനെയാണ്. ജയലാലിനെ കൈകൊടുത്ത് ജഗൻ പറയുകയാണ്, ജയലാലല്ലേ, ഞാനാണ് ജഗൻ, ബുള്ളറ്റ് ജഗൻ എന്നാണ് ഈ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. അന്നേരം ജയലാൽ ചോദിക്കുകയാണ്, ഞാൻ ഈ പേര് എവിടെയോ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട, അത്യാവശ്യം പേരുള്ള ഒരു ഗുണ്ടയാണ് ഞാൻ. 6 മാസം ജയിലിൽ 6 മാസം നാട്ടിൽ.
അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജയലാൽ ചോദിക്കുകയാണ്, എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനായിട്ടാ? ചിരിച്ചുകൊണ്ട് ജഗൻ ചോദിക്കുകയാണ്, 60 കഴിഞ്ഞവരും എന്നെ പോലുള്ളവരെ ചേട്ട, അണ്ണ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് വേണ്ടാട്ടോ, എന്നെ ജഗൻ എന്ന് വിളിച്ചാൽ മതി. അലമ്പുണ്ടാക്കാനൊന്നുമല്ല ഞാൻ വന്നത്, കുറച്ച് ആത്മവിശ്വാസം തരാനാണ്. നമ്മൾ തമ്മിൽ കണ്ടെന്നോ സംസാരിച്ചെന്നോ നിങ്ങൾ കെട്ടാൻ പോകുന്ന പെൺകുട്ടി പോലും അറിയണ്ട. ഞാന് ദീപയുടെ അനിയത്തി ദിയയുണ്ടല്ലോ, ആ കുട്ടിയുടെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ പറയുമ്പോൾ ദിയയ്ക്ക് ഗുണ്ടകളുമായിട്ട് എന്താ ബന്ധമെന്ന് ജയലാൽ ചിലപ്പോൾ ചിന്തിക്കും. അത് വളരെ യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ടതാണ്. എന്റെ പണി മോശമാണെങ്കിലും ഞാൻ അനാവശ്യമായിട്ട് ആരുടെ ദേഹത്തും കൈവയ്ക്കാറില്ല. ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കൂ. അന്നേരം ജയലാൽ പറയുകയാണ്, അതെനിക്കറിയാം, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി മേഡത്തിന്റെ സാഹചര്യം അറിയാമല്ലോ. ഈ സാഹചര്യത്തിൽ അവർക്ക് എന്നെ പോലുള്ള ഒരാളിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ദിയയുടെ അരികിലെത്തിയത്. ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം. സദാനന്ദനും അവന്റെ മോൻ കാർത്തിയും പണം കൊണ്ടും ആൾബലം കൊണ്ടും അഹങ്കരിക്കുന്നവരാണ്. അവരിനി ജയലാലിന്റെയോ ദീപയുടെയോ വഴിമുടക്കുകയാണെങ്കിൽ ഒരു നമ്പർ നോട്ട് ചെയ്തോ, മൊബൈൽ എടുത്ത് നമ്പർ നോട്ട് ചെയ്ത് വച്ചോ. അതിനുശേഷം തന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ജഗൻ. ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചിട്ട് കാര്യം മാത്രം പറഞ്ഞാൽ മതി. പിന്നെ വേണ്ടത് ഞാൻ ചെയ്തോളാം. പാവം കുട്ടികളാണ് ഈ പറഞ്ഞ ദിയയും ദീപയും ഒക്കെ. അനിയത്തി കുട്ടിക്ക് കുറച്ച് തന്റേടമൊക്കെ ഉണ്ട്. മൂത്തയാൾ സാധുവാണ്. അതുപോലെയുള്ള പാവം പെൺകുട്ടികൾക്കും ഇവിടെ ജീവിക്കണമല്ലോ. ജയലാൽ പറയുകയാണ്, ദീപ നല്ല കുട്ടിയാണെന്ന് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് ബോധ്യമായി. പിന്നെ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് ഡോക്ടർ ഇക്ബാലാണ് ഈ ആലോചന കൊണ്ടുവന്നത്. അദ്ദേഹം ഒരിക്കലും മനഃപൂർവ്വം എന്നെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കില്ല. പിന്നെ എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. കാറിന്റെ ആക്സസറീസ് ഷോറൂം അല്ലാതെ ഷെയർ മാർക്കറ്റിംഗ് സ്ഥാപനവും ഞാൻ നടത്തുന്നുണ്ട്. പിന്നെ 2 ഓഫീസും ഞങ്ങൾക്കുണ്ട്. ആഹാ, അപ്പോൾ മൊത്തത്തിൽ നല്ല സെറ്റപ്പ് ആണല്ലോ. പരിധിവരെ. പിന്നെ പണമല്ല, കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ സ്വഭാവമാണ് ഞാൻ കണക്കിലെടുത്തിരിക്കുന്നത്. ജഗൻ പറയുകയാണ്, അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരമ്മയുടെ മക്കളാണ് അവർ രണ്ടുപേരും. അവൾ ഒരിക്കലും നിങ്ങൾക്കൊരു ബാധ്യതയാകില്ല. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ചെറിയൊരു വിഷമം വന്നാലും വിളിക്കാൻ മറക്കേണ്ട. സഹായത്തിന് പേടിയില്ലാത്ത ഒരുത്തൻ കൂടെയുണ്ടെന്ന് കൂട്ടിക്കോ. നല്ലതിനു വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് ജയലാലിന് കൈകൊടുത്ത് പിരിയുകയാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയെയും ദീപയുമാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കല്യാണത്തിന്റെ ചിലവുകളൊക്കെ കൂട്ടിയും കുറച്ചും നോക്കുകയാണ്. മോളെന്ന് ജയലാലിനെ വിളിച്ചായിരുന്നു. ആ, വിളിച്ചു. അമ്മ പേടിക്കുകയൊന്നും വേണ്ട. ആര് ഭീഷണിപ്പെടുത്തിയാലും ലാലേട്ടൻ മാറാനൊന്നും പോകുന്നില്ല. അത് മോളുടെ ഭാഗ്യമാണ് മോളെ. പിന്നെ മോളോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മോളോട് ദിയ ഒരു ബുള്ളറ്റ് ജഗനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അമ്മയോട് പറഞ്ഞിട്ടുള്ളത് എന്നോടും പറഞ്ഞിട്ടുള്ളൂ. മാന്യനായ ഒരു ഗുണ്ട. അത്തരക്കാരുമായിട്ടുള്ള ബന്ധം നമുക്ക് നല്ലതല്ല മോളെ. മോള് അതേപറ്റി അവളോടൊന്ന് സംസാരിക്കണം. ഇപ്പൊ പുറത്തോട്ടിറങ്ങിയാൽ ചുറ്റും ഭീഷണിയല്ലേ അമ്മേ. ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരാൾ സഹായിക്കുന്നത് നല്ലതല്ലേ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആദ്യം സഹായിക്കുകയൊക്കെ ചെയ്യും, പിന്നെ വീട്ടിലോട്ട് കയറും. കാർത്തികേയനെയും സദാനന്ദനെയും ഒക്കെ തല്ലിയവനാണ് ഈ പറയുന്ന ജഗൻ. എന്റെ ജോലി പോയതിന് ഞാൻ തല്ലിച്ചതാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ചിലർ. അതും ഞാൻ അറിഞ്ഞു. സദാനന്ദനെയും മോനെയും തല്ലാൻ ധൈര്യം കാണിച്ചവൻ എന്ന് പറയുമ്പോൾ അവൻ എന്തിനും പോന്നവനാണ്. അത്തരക്കാര് അത്ര നല്ലവരല്ല. നമ്മൾ അവരുമായിട്ട് കൂട്ടുകൂടാത്തതാണ് നമ്മുടെ നിലനിൽപ്പിന് നല്ലത്. ദീപ പറയുകയാണ്, അയാളോട് ദിയയ്ക്കിപ്പോൾ ഒരു ആരാധനയുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ആരാധനയാണ് കുഴപ്പം. പിന്നീടത് അവൾക്ക് ഒരുപാട് ദോഷം ചെയ്യും. മോളെ പോലല്ല അവൾ. സ്വന്തം കാര്യം നന്നായിട്ട് നോക്കാൻ അവൾക്കറിയാം. നിയമം പഠിക്കുന്ന കൂട്ടത്തിലുമാണ്. എന്നാലും ഒരു വീഴ്ചയുണ്ടായാൽ ആണുങ്ങളെ ആരും കുറ്റപ്പെടുത്തില്ല, പെണ്ണുങ്ങളെ പറയൂ. മോൾക്കൊപ്പം ഫോട്ടോ പ്രചരിച്ചല്ലോ, അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മോളെ കുറിച്ചല്ലേ ഉള്ളൂ ചർച്ച. മാധ്യമങ്ങൾ പോലും മോൾക്കെതിരെയാണ് നിരന്തരം ഓരോന്ന് പടച്ചുവിട്ടത്. സദാനന്ദന്റെ മോൻ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പോലും മോളെ കെട്ടാൻ പോകുന്ന പയ്യൻ അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.